അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നുവന്ന് സർവ്വ സന്തോഷങ്ങളും തല്ലി തകർത്തെറിയുന്ന ഒന്നാണ് മരണം. അതുകൊണ്ടുതന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നിരുന്ന ഒരു കുഞ്ഞു കുടുംബത്തിലെ 2 പിഞ്ചോമനകളെയാണ് നിമിഷനേരം കൊണ്ട് മരണം കവർന്നെടുത്തത്. അച്ഛനോടൊപ്പം വീട്ടിൽ TV കണ്ടിരുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ പൊടുന്നനെ അബോധാവസ്ഥയിലേക്ക് പോകുന്നു. പിന്നാലെ മരണം സംഭവിക്കുന്നു. എന്നാൽ ഈ ദുരന്തത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭോപ്പാലിലാണ് ഈ ദാരുണമായ മരണം സംഭവിക്കുന്നത്. ഭോപ്പാലിലെ ലാഞ്ചി തഹസിലെ കുൽപ്പ ഗ്രാമത്തിൽ താമസിക്കുന്ന ദിനേശ് ദഹാരയുടെ മക്കളായ കുനാൽ, ഇഷാന്ത് എന്നിവരാണ് മരണപ്പെട്ടത്. രാത്രി 10 മണിയോടെ 2 കുട്ടികളും പിതാവിനോടൊപ്പം വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് 2 കുട്ടികളും പൊടുന്നനെ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. എന്നാൽ എന്താണ് ഇതിന് കാരണമെന്ന് ആദ്യം വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ബന്ധുക്കൾ ചേർന്ന് ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും 2 കുട്ടികളും അവശനിലയിലായിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ഇതിന്റെ കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അവിടെ നിന്നും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇളയ മകനായ ഇഷാന്ത് മരണപ്പെടുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെ മൂത്ത കുട്ടിയും മരണത്തിന് കീഴടങ്ങി. ഇതിനിടെ കുട്ടികളുടെ പിതാവിനും ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെടുകയും അദ്ദേഹത്തെയും തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ആ കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പാമ്പുകടിയേറ്റാണ് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട് മുഴുവൻ പരിശോധന നടത്തിയപ്പോഴാണ് വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരൻ എന്ന പാമ്പിനെ കണ്ടെത്തുന്നത്. ഇതിനു പിന്നാലെ പാമ്പിനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഇവിടെ ചികിത്സ വൈകിയതുകൊണ്ട് മാത്രമാണ് 2 കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാതിരുന്നത്. ഇത് അവരെ കടിച്ച ഈ പാമ്പിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്ന് പറയാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വിഷവീര്യം ഏറ്റവും കൂടിയ ഇനമാണ് വെള്ളിക്കെട്ടൻ എന്ന ഈ പാമ്പ്. പലപ്പോഴും ഇവയുടെ കടിയേറ്റാൽ അറിയാൻ പോലും സാധിക്കുകയില്ല എന്നതും ഒരു വെല്ലുവിളിയായി മാറാറുണ്ട്. ഇവയുടെ പല്ലുകൾ വളരെ ചെറുതായതിനാൽ കടിയേറ്റ പാടുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കില്ല. പല്ലുകൾ ചെറുതായതുകൊണ്ട് തന്നെ ഇവ കുത്തിവെക്കുന്ന വിഷത്തിന്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ ഈ പാമ്പിന്റെ കടിയേറ്റാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. പൊതുവെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ് വെള്ളിക്കെട്ടൻ എന്ന പാമ്പിന്റെ പ്രജനന കാലം തുടങ്ങുന്നത്. സാധാരണയായി നമ്മുടെ കണ്ണിൽപ്പെടാതെ നമുക്കിടയിൽ കഴിഞ്ഞുകൂടുന്ന വെള്ളിക്കെട്ടന്മാർ പ്രജനന കാലത്ത് മാത്രം അധികമായി പുറത്ത് കാണപ്പെടാറുണ്ട്. ഈ സമയങ്ങളിൽ ഇണകളെ തേടി നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെയാണ് ഇവയെ ഏറ്റവും കൂടുതൽ പുറത്ത് കാണപ്പെടുന്നത്. വെള്ളിക്കെട്ടന്മാരുടെ പ്രജനനകാലത്തെ തുടർന്ന് മൂർഖൻ, അണലി മുതലായ വിഷപ്പാമ്പുകളുടെയും വിഷമില്ലാത്ത പലയിനം പാമ്പുകളുടെയും ഇണചേരലും പ്രജനനവും നടക്കുന്നു. ഇത് ഫെബ്രുവരി, മാർച്ച് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതിനായി പാമ്പുകൾക്ക് നമ്മുടെ വീട്ടുപരിസരത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇതിനായി വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും വലിച്ചെറിയാതിരിക്കാനും സൂക്ഷിക്കുക. കൂടാതെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി വൃത്തിയാക്കിയുമെല്ലാം പാമ്പുകളെ അകറ്റി നിർത്താനായി ശ്രമിക്കണം. ഇതിലൂടെ പാമ്പ് കടിച്ചുള്ള അപകടങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാനാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.